നമസ്കാരം. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിക്കാൻ ഏറെക്കുറെ സമയമായപ്പോഴേക്കും അമേരിക്കയുടെ കാര്യത്തിലും ഒരു തീരുമാനമായിരിക്കുകയാണ്. കാലുമാറാൻ പാരമ്പര്യമായി കൈക്കൊള്ളുന്ന അമേരിക്കൻ ഭരണാധികാരികളുടെ തനി സ്വരൂപം പുറത്തെടുക്കാൻ നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മറന്നിരുന്നില്ല. അത്രയും കാലം യുക്രൈന്റെ കൂടെ നിന്നിരുന്ന അമേരിക്ക പെട്ടെന്നായിരുന്നു കാലുമാറി റഷ്യയുമായി ബന്ധം സ്ഥാപിച്ചതും യുക്രൈനെ കൈയൊഴിഞ്ഞതും. റഷ്യയെ പോലെ ശക്തനായ ഒരു രാജ്യത്തെ പിണക്കിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഓർത്തിട്ടാണ് ട്രംപ് അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത്. അതിനിടയിൽ കൂടെ നിന്ന സഖ്യകക്ഷികളെയെല്ലാം തന്നെ ചൊടിപ്പിച്ച അമേരിക്കയെ പതിയെ രക്ഷക സ്ഥാനം എന്ന അമേരിക്കയുടെ മനോരാജ്യത്തു നിന്നും പുറത്താക്കാനുള്ള പുറപ്പാടിലാണ് നാറ്റോ രാജ്യങ്ങൾ. അടുത്ത 5 മുതൽ 10 വർഷത്തിനുള്ളിൽ തങ്ങളുടെ പ്രധാന പ്രതിരോധ ഗ്യാരണ്ടി ആയിട്ടുള്ള അമേരിക്കയെ ആ സ്ഥാനത്ത് നിന്ന് ക്രമേണ മാറ്റി സ്ഥാപിക്കാനുള്ള പദ്ധതി നാറ്റോ അംഗങ്ങൾ തയ്യാറെടുക്കുകയാണെന്ന ഏറ്റവും പുതിയ വിവരമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, നോർഡിക് രാജ്യങ്ങൾ എന്നിവർ ഇപ്പോൾ സൈനിക സാമ്പത്തിക സഹായങ്ങൾ പ്രദാനം ചെയ്യുന്ന അമേരിക്കയിൽ നിന്ന് ആ പദവി മാറ്റി സ്ഥാപിക്കാനുള്ള നിർദ്ദേശത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തി വരികയാണെന്നാണ് റിപ്പോർട്ട്. ഈ ജൂണിൽ ഹേഗിൽ നടക്കുന്ന നാറ്റോയുടെ വാർഷിക ഉച്ചകോടിക്ക് മുമ്പ് അമേരിക്കയ്ക്ക് മുന്നിൽ ഈ നിർണായക കാര്യം അവതരിപ്പിക്കുക എന്നതാണ് ആത്യന്തിക ലക്ഷ്യമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ അമേരിക്കയ്ക്ക് പ്രതിരോധ പ്രതിബദ്ധതകളിൽ നിന്ന് പിന്മാറാനോ അല്ലെങ്കിൽ കൂട്ടായ്മയിൽ നിന്ന് പൂർണ്ണമായും പുറത്തു പോകാനോ കഴിയുമെന്ന യൂറോപ്യൻ നാറ്റോ അംഗങ്ങൾക്കിടയിൽ വ്യാപകമായ ആശങ്കകൾ നിലനിൽക്കുന്നതാണ് ഈ ശ്രമം പ്രതിഫലിപ്പിക്കുന്നത്. പ്രതിരോധ ചെലവ് വർദ്ധിക്കുന്നതിനും സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള യൂറോപ്യൻ യൂണിയൻ പ്രതിബദ്ധതകൾ പദ്ധതിയിൽ ഉൾപ്പെട്ടേക്കാം. അങ്ങനെയെങ്കിൽ ഈ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ട്രംപ് ക്രമേണ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൈമാറുന്നതിന് സമ്മതിക്കുമെന്നാണ് നാറ്റോയുടെ കണക്കുകൂട്ടൽ. ഇതോടെ അമേരിക്കയ്ക്ക് ഏഷ്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയുമെന്നും യൂറോപ്യൻ രാജ്യങ്ങളും കണക്കുകൂട്ടുന്നുണ്ട്. ബ്ലോക്കിന്റെ സൈനിക വ്യാവസായിക സമുച്ചയത്തിനായി 800 ബില്യൺ യൂറോ വരെ കടവും നികുതി ഇളവുകളും സമാഹരിക്കുന്നതിനുള്ള റിയാം യൂറോപ്പ് എന്നറിയപ്പെടുന്ന ഒരു പദ്ധതിയെയും യൂറോപ്യൻ യൂണിയൻ പിന്തുണച്ചിട്ടുണ്ട്. അതിനിടയിൽ യുക്രൈൻ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ദൗത്യത്തിനുള്ള പദ്ധതിക്കായുള്ള തീവ്ര ശ്രമത്തിലാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ആഴ്ചകളായി മാക്രോണും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും ഇച്ഛാശക്തിയുള്ളവരുടെ സഖ്യം എന്ന പദ്ധതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 30 രാജ്യങ്ങൾ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും എത്ര പേർ യുദ്ധത്തിന് തയ്യാറാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇതുവരെ ഫ്രാൻസും ബ്രിട്ടനും മാത്രമാണ് യുക്രൈനിൽ സൈനികരെ വിന്യസിക്കുമെന്ന് വ്യക്തമായി പ്രതിജ്ഞയെടുത്തത്. യുക്രൈനിന്റെ വാണിജ്യ വ്യോമാതിർത്തി വീണ്ടും തുറക്കുന്നതിന് വെടിനിർത്തൽ ലംഘിക്കുന്ന ഏതൊരു വിമാനത്തെയും നിരീക്ഷിക്കാനും വെടിവെച്ച് വീഴ്ത്താനും ആവശ്യമായ ഫയർ പവർ സമാധാന സേനാംഗങ്ങൾക്ക് നൽകും. കരിങ്കടലിൽ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിന് സമുദ്ര ഘടകങ്ങളും ഉണ്ടാകും. അതേസമയം യുക്രൈൻ സൈന്യത്തെ വിന്യസിക്കാൻ ഫ്രാൻസിനും ബ്രിട്ടനും റഷ്യയുടെ അനുമതി ആവശ്യമില്ലെന്ന് മാക്രോൺ പറയുന്നുണ്ട്. ഫ്രാൻസിന്റെ വ്യോമതാവളങ്ങളിൽ ഒന്നിൽ $1.6 ബില്യൺ നിക്ഷേപിക്കുന്നതിനായി മാക്രോൺ റാഫേൽ യുദ്ധവിമാന ഓർഡറുകൾ വേഗത്തിലാക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്.